ക്ലാരയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മെർലിൻ ശരിക്കും ക്ലാരയിൽ നിന്നും അകലുകയായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. But who is the killer? ക്ലാര മെർലിനെയും കൊണ്ട് ഡയമണ്ട് ഹിൽസിലേക്ക് പോകുമ്പോൾ മെർലിൻ എടുത്ത ക്യാമറയിൽ ക്ലാരയുടെ മുഖം കാറിന്റെ സൈഡ് മിററിൽ പതിഞ്ഞത് ക്ലാര അറിഞ്ഞിരുന്നില്ല. ഏതൊരു കുറ്റകൃത്യത്തിന്റെയും പിന്നിൽ ആരും അറിയാതെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പഴുതുണ്ടാകും. അതൊക്കെ ദൈവത്തിന്റെ ഒരു തരം കളിയാണ്. യെസ്, ഗോട്ട് ഇറ്റ്. സോഫിയ, നീ എവിടെയാ? ഓക്കേ, വെയിറ്റ്, ഐ വിൽ ബി ദേർ. ഹായ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സോഫിയ, നീ എപ്പോഴാ ഡ്രൈവിംഗ് പഠിച്ചത്? നീ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? ഞാനോ? നമ്മളെന്തിനാ ഇവിടെ വന്നത്? എന്താ, ഒന്ന് കുമ്പസരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മുന്നിൽ ഒന്ന് കുമ്പസാരിക്കാൻ വന്നതാ ഞാൻ. നിന്നെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഗിൽറ്റി കോൺഷ്യസ് ആണ്. എനിക്കറിയാം നിനക്കിപ്പോഴും വിശ്വാസമായിട്ടില്ലെന്ന്. കാരണം ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തത്ര ക്രൂവൽറ്റിയാണല്ലോ ഞാൻ നിന്നോട് ചെയ്തത്. എന്തായാലും നിന്റെ തെറ്റുകൾ നിനക്ക് മനസ്സിലായല്ലോ. ദാറ്റ്സ് മോർ ദാൻ എനഫ്. പിന്നെ നാളെ കഴിഞ്ഞ് കല്യാണോ, നീ അതുകൂടെ കഴിഞ്ഞു പോയാ മതി. നോ വേ, അവിടെയല്ലേ ട്വിസ്റ്റ്. എനിക്ക് വരാൻ പറ്റില്ല. എന്തുപറ്റി? എനിക്കൊരു ജോബ് റെഡി ആയിട്ടുണ്ട്, സ്റ്റേറ്റ്സിലാ. നിന്റെ കെട്ടിന്റെ അന്ന് രാവിലെയാ എന്റെ ഫ്ലൈറ്റ്. സോ സോറി മോളെ, ഐ ആം ഹെൽപ്ലെസ്. എനിവേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഗുഡ് ലക്ക്. താങ്ക് യു ഡിയർ. ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് വീട്ടിൽ കയറിയിട്ട് പോവാം. ആഹാ, അതൊക്കെ പിന്നെ. ഇപ്പൊ നീ എന്റെ കൂടെ വരണം. എവിടെ? കല്യാണ പെണ്ണിനൊരു ഗിഫ്റ്റ് തരണമല്ലോ, അത് മേടിക്കാനാ. എന്റെ വക ഒരു മെമ്മറബിൾ ഗിഫ്റ്റ്, അത് നിന്റെ ചോയ്സിൽ. വന്നേ. അയ്യോ ക്ലാര, അത് നീ ഒന്നും പറയണ്ട, വന്ന് വണ്ടി കയറിക്കേ. വാ. നിന്റെ ഒരു കാര്യം. എന്നെ കൊണ്ടുപോകുന്നത് അമ്മയെ കാണാൻ പോകുന്നു പറഞ്ഞിട്ട്. സോഫിയ, സ്റ്റോപ്പ് ദ കാർ. പോകേണ്ടടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മളെന്തിനാ എവിടേക്ക് വന്നത്? വെയിറ്റ് ആൻഡ് സീ. നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ, മതിവരുവോളം കണ്ടോളൂ.
ഗിഫ്റ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട് ഡയമണ്ട് ഹിൽസിൽ എന്തിനാ വന്നേ? നീ ഒരു ഫോട്ടോഗ്രാഫർ ആയ സ്ഥിതിക്ക് ഇതിനേക്കാൾ നല്ല എന്ത് ഗിഫ്റ്റാ ഞാൻ തരേണ്ടത്? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന്? നിങ്ങളുടെ ഹണിമൂണിന് ഐ തിങ്ക് ദിസ് ക്യാൻ ബി ദ ബെസ്റ്റ് പ്ലേസ്. ആഹാ, അതിനിടയ്ക്ക് നീ അതും തീരുമാനിച്ചോ? പിന്നെ നിന്റെ കാര്യത്തിൽ എന്നും എനിക്കൊരു സ്പെഷ്യൽ കെയറിംഗ് ഉണ്ടല്ലോ. ദേ അങ്ങോട്ട് നോക്കിയേ. ആ സ്കൈയും മൗണ്ടനും കണ്ട ഫസ്റ്റ് ടൈം കിസിനായി കാത്തു നിൽക്കുന്ന ലവേഴ്സിനെ പോലെ ഉണ്ടല്ലേ? ഓ, സമ്മതിച്ചു. ഇനി ഇവിടെ നിന്നാലേ ഒത്തിരി ലേറ്റ് ആവും. അമ്മ ഇവിടെ തിരക്കുന്നുണ്ടാവും. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ബാക്കി കിടക്കുക. വാ, നമുക്ക് പോവാം. എടി പ്ലീസ്. അല്ല, അത് പിന്നെ ഒരമണിക്കൂറെങ്കിലും നിനക്ക് എന്റെ കൂടെ സ്പെൻഡ് ചെയ്തൂടെ? നിന്നോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഹോപ്പ്ലെസ് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് ഇതുവരെ വന്നത്. എന്നിട്ടിപ്പോ നീ ഇങ്ങനെ പറഞ്ഞ അപ്പോഴേക്കും സെൻഡി ആയോ? ഇത്തിരി കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. പോരെ, വാ നമുക്ക് അങ്ങോട്ട് പോകാം. നീ എനിക്കൊരു ഫോട്ടോ എടുത്തതാ. ഈ സീനറി അതിന്റെ മാക്സിമം ഡെപ്തോടുകൂടി കിട്ടണം. ഒരു പെയിന്റിംഗ് പോലെ. ഷുവർ. ഇപ്പൊ നിന്റെ ഉള്ളിൽ ചെന്ന ഈ 5 മില്ലി മതി നിന്റെ ജീവൻ എടുക്കാൻ. അരമണിക്കൂറിനകം വളരെ നാച്ചുറലായ കാർഡിയാക് അറസ്റ്റ്. തൊട്ടുപോകരുതല്ലേ. നീ എന്താണ് കരുതിയത്? ഈ ക്ലാര മാറിയെന്നോ? ഇല്ല, അങ്ങനെ മാറണമെങ്കിൽ ഈ ക്ലാര ഇല്ലാതാവണം. നിനക്ക് ഓർമ്മയുണ്ടോ ഞാനന്ന് പറഞ്ഞത്? ഞാനില്ലാത്ത ഒരു ജീവിതം നീ സ്വപ്നം കാണണ്ടെന്ന്. കേട്ടില്ല നീ അന്ന്. നീ നിന്റെ സൗഭാഗ്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. യു ആർ സെൽഫിഷ് മെർലിൻ, യു ആർ സെൽഫിഷ്. അതുകൊണ്ട് തന്നെ ഈ മരണം നീ അർഹിക്കുന്നു. നിനക്കും അറിയാലോ ഈ കെമിക്കലിന്റെ ഒരംശം പോലും നിന്റെ രക്തത്തിൽ നിന്ന് കണ്ടെത്താനാവില്ലെന്ന്. ദാറ്റ് മീൻസ് നിന്റെ യഥാർത്ഥ മരണ കാരണം അതെന്നും അൺഐഡന്റിഫൈഡ് ആയിരിക്കും. ഇൻ ദ ഹിസ്റ്ററി ഓഫ് മെഡിക്കൽ സയൻസ് ഞാനും നീയും പഠിച്ച അതേ തിയറി. എനിക്ക് ജീവിക്കണം. പ്ലീസ് ക്ലാര, പ്ലീസ്. സോറി മെർലിൻ, ഞാൻ വിളിച്ചതല്ലേ നിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ. പക്ഷെ നീ കേട്ടില്ല. നീയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. നീ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞത് മുതലാ നീ എന്നേക്കുമായി നഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. സോറി മോളെ. നിന്റെ ഈ ബോഡി താഴേക്ക് പതിക്കുമ്പോഴേക്കും ഞാൻ ഇന്ന് യുഎസിലേക്ക് പറഞ്ഞിരിക്കും. യുവർ ഫെയ്ത്ത് ബേബി, യുവർ ഫെയ്ത്ത്. ഹാപ്പി ജേർണി. സോഡിയം പെന്റത്താൻ എന്റെ ജീവൻ ഇല്ലാതാക്കിയ ഈ കെമിക്കൽ നിന്നെയും ഇല്ലാതാക്കും.
എന്ത് വിചാരിച്ചു? അമേരിക്കയിലെ ആഡംബര ജീവിതത്തിൽ സുഖിച്ച് ജീവിക്കുന്ന നീ എപ്പോഴും സേഫ് ആയിരിക്കുന്നു. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഒരു നിരപരാധിയെ നീ കൊന്നീ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോ നീ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഇങ്ങനൊരു ട്രാപ്പ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവില്ല. മരണം ഉറപ്പാക്കിയിട്ടും ജീവന് വേണ്ടി യാചിക്കുന്ന ഒരാളുടെ വേദന അത് നീ മനസ്സിലാക്കണം. ഈ സ്പോട്ടിൽ വെച്ച് തന്നെ. അമേരിക്കയിൽ നിന്ന് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം അതാണ്. സോഫിയയും മരണത്തോട് മല്ലടിക്കുന്ന നിന്റെ നിരപരാധിയായ അമ്മയും. ഞാൻ നിന്റെ ചേച്ചിയാ. ചേച്ചിയോ? നീയോ? ചെയ്യരുത് പ്ലീസ്. എനിക്ക് ജീവിക്കണം. ഒരിറ്റ ജീവന് വേണ്ടി ഇതുപോലെ ഞാനും നിന്നോട് എനിക്ക് ജീവിക്കണം. ശരിക്കും കെഞ്ചിയില്ലേ? പക്ഷെ നീ എനിക്ക് തന്നില്ല. ഒരു നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കിയത് എന്റെ പ്രതീക്ഷകളാ, എന്റെ സ്വപ്നങ്ങളാ. എന്റെ അമ്മ, എന്റെ വിവാഹം, അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം. Sophia, so you don't deserve a life. Wish you a happy journey.